ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം, ഒരു ബൈസെക്ഷൽ ആയിട്ടൊരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഇനി അഥവാ കല്യാണം കഴിഞ്ഞിട്ട് ആ വ്യക്തി ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് തയ്യാറാണോ? ഇറ്റ്സ് ഫൈൻ. എവറിത്തിങ് എല്ലാം എൻ്റെ കാഴ്ചപ്പാടും അങ്ങേരുടെ വിധം വൈബും പോയിന്റ് ഓഫ് വ്യൂ ഒത്തുപോകുന്നെങ്കിൽ ഫൈൻ. ഇപ്പോൾ ആ വ്യക്തി വേറൊരു ആണായിട്ടുള്ള റിലേഷൻഷിപ്പിലോട് ഫിസിക്കലി റിലേഷൻഷിപ്പിലോടൊക്കെ പോവുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ബൈസെക്ഷലായ ആള് കറന്റ്ലി എന്നോടാണ് ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് ഹി ഈസ് മാരിങ് മീ ഹി ഷുഡ് ബി കമ്മിറ്റഡ് ടു മീ. അങ്ങേര് നേരത്തെ ഏത് റിലേഷൻഷിപ്പിലാണോ അല്ലയോ അത് എനിക്ക് കുഴപ്പമില്ല. അല്ല, കറന്റ് ഇപ്പൊ വിവാഹത്തിന് ശേഷം വേറൊരു ആണായിട്ടും ആൾക്ക് റിലേഷൻഷിപ്പ് ഫോർ മീ ഞാൻ പോളിയാമറസ് റിലേഷൻഷിപ്പിൽ അക്സെപ്റ്റ് ചെയ്യുന്നല്ല ഫോർ മീ. സോ ഐ വുഡ് സീ എൻ്റെ പാർട്ട്ണറിലും ഞാൻ ചെയ്യും ഹി ഓൾസോ ബി വൺ മാൻഡഡ് മാൻ ആയിട്ട് തന്നെ ഞാൻ വിളിക്കുന്നത്. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് പോളിയാമറസ് ബട്ട് ഐ എം നോട്ട് ഇൻ ടു ഇറ്റ്. ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈസെക്ഷൽ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ പല ആൾക്കാർക്കും അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. താങ്കൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ താല്പര്യമുള്ള കാരണം? ഞാനൊരു ഹെട്രോസെക്ഷൽ ആയിരിക്കാം. ഞാൻ ഹെട്രോസെക്ഷൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ജെൻഡറിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നും. ഈ പറയുന്ന പാർട്ട്ണർ ബൈസെക്ഷലാണ്, അതായത് ഓപ്പോസിറ്റ് ജെൻഡറിനോടും സെയിം ജെൻഡറിനോടും താല്പര്യം തോന്നും. പിന്നെ എനിക്ക് അപ്പോ ആ വ്യക്തിക്ക് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ വേറെ റിലേഷൻഷിപ്പിന് താങ്കൾക്ക് കുഴപ്പമില്ല. ആള് വേറെ പെൺകുട്ടിയായിട്ട് സെക്ഷലി പെൺകുട്ടിയായിട്ടും ആൺകുട്ടിയായിട്ടും കുഴപ്പമില്ല. ആൺകുട്ടിയായാലും കുഴപ്പമില്ല. ഞാൻ ട്രാൻസ്ജെൻഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഐ മീൻ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് റിലേഷൻഷിപ്പ് വെക്കുന്നെങ്കിൽ അതും കുഴപ്പമില്ല. അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. നമ്മുടെ വിഷയമാകുന്ന എങ്ങനെയാണ് കുഴപ്പമില്ലാത്ത. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് വേണ്ടെന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാനായിട്ട് വേറെ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ബൈസെക്ഷൽ ആണെന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. സിമ്പിൾ. അതായത് ബേസിക്കലി മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് നോർമൽ ആണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം. ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്താണ് അതിന്റെ റീസൺ? ആ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? LGBTQ ഇല്ല, അത് ചില ഇപ്പൊ നല്ല ആൾക്കാരും ഉണ്ട് അതില്. ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു അവരൊക്കെ നല്ല ആൾക്കാരാ. പക്ഷെ അങ്ങനെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്ന അവര് സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതുപോലെ കല്യാണം കഴിക്കാനായിട്ട് ചൂസ് ചെയ്യുമ്പോ ഇപ്പൊ നിങ്ങളുടെ ഒരു കല്യാണം കഴിക്കുന്ന ആള് കല്യാണം കഴിഞ്ഞിട്ടാണ് ബൈസെക്ഷൽ ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയാം? ഇല്ല, താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? നോക്കിയിട്ടല്ലേ കല്യാണം കേൾക്കുള്ളൂ. അതൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. താങ്ക് യു. ബൈസെക്ഷൽ ആയിട്ടൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇല്ല. ഇവിടെയോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? താല്പര്യമില്ല. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ബൈസെക്ഷൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? എന്തായാലും കല്യാണത്തിന് മുമ്പ് പറയുമൊന്നുമില്ലല്ലോ. ശേഷം ഇവിടെയോ? ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ആ പെൺകുട്ടിയോട് പറയും? വേറെ ഒന്നും ഡൈവേഴ്സ് ചെയ്യൂ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അധികം ഫ്യൂച്ചറിലെ കാര്യങ്ങളല്ല ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ആ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാലുള്ള കേസല്ലേ, കേസ് പറയേണ്ടത് ആവശ്യമില്ല. ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്? ഇല്ല. എന്തുകൊണ്ടാണ്? ഫാമിലി വൈസായാലും സൊസൈറ്റിയിലായാലും അങ്ങനെ. താങ്കളുടെ പേഴ്സണൽ ജോലി പറയുമ്പോ എന്താണ് ബൈസെക്ഷൽ ആയിട്ടുള്ള വ്യക്തിക്കുള്ള പ്രശ്നം? അത്രമാത്രം അക്സെപ്റ്റൻസ് ഉള്ള ഒരു മോഡേൺ ഫാമിലി നല്ല വരുന്നത്. അപ്പൊ പിന്നെ അതിൻ്റെതായൊരു ഇതുണ്ടാവും. LGBTQ ആ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി റെസ്പെക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഫാമിലി വൈസ് അങ്ങനെ നമുക്ക് ഒരു ഇതില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. ഇപ്പൊ ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല. എവിടെയോ? എന്താണ് അതിന്റെ റീസൺ? ഇല്ല, എനിക്കെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പാർട്ട്ണർ നമുക്ക് പണ്ട് തുടങ്ങിയ ഒരു സങ്കല്പമുണ്ട്. എന്താ പറയാ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ പാർട്ട്നേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു
ആ ഒരു വൈബൊക്കെ തന്നെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇവരോട് പേഴ്സണലി ഹേറ്റ് ഒന്നുമില്ല, പക്ഷെ പേഴ്സണലി ഇഷ്ടവുമില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷമാണ് തുറന്നു പറയാ ഞാൻ ഒരു ബൈസെക്ഷൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അത് എടുക്കുക? ഇല്ല, അതിപ്പോ എന്താ പറയാ, അത്യാവശ്യം ബോധമുള്ളതാണെങ്കിൽ മനസ്സിലാവും ആദ്യമേ തന്നെ ബൈസെക്ഷൽ ആണോ അല്ലേന്ന്. കുറച്ച് കഴിയുമ്പോൾ ലൈക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ റിലേഷൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ചോദിക്കണമെന്ന് നിർബന്ധമല്ലല്ലോ. അല്ല, നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാളിപ്പോ ഗേ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് അവരുടെ ഒരു എന്താ മാനറിസംസ് ഒക്കെ കണ്ടതിനെ മനസ്സിലാവും. ഓഫ്കോഴ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇച്ചിരി തലയിൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബൈസെക്ഷൽസ് അങ്ങനെ പുറത്ത് പറയില്ലല്ലോ. ഈ കേസ് പോലെ അല്ലല്ലോ ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ രണ്ടിനോട് താല്പര്യം ഉണ്ടെങ്കിലും ഒന്നിനോടായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് ഇല്ല, ഇപ്പോ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലെസ്ബിയൻ ആണ്. അറിയാം, ഞങ്ങൾക്ക് അറിയാം. ലൈക്ക് എന്ന് വെച്ചിട്ട് അവളെ ഞങ്ങളുടെ മറ്റേ ബാക്കി പെമ്പിളെടുത്ത് അങ്ങനത്തെ സ്വഭാവം ഒന്നും. ലൈക്ക് ഇച്ചിരി ബോധമുള്ള ബൈസെക്ഷൽസും ഉണ്ട്. നമ്മളത് മനസ്സിലായി. നമ്മള് ഒരാൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും അങ്ങനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യരുത് ആണ് എൻ്റെ ഒരു. ഇവിടെ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് പെൺകുട്ടി പറയണെങ്കിലോ? അതിപ്പോ പിന്നെ ലൈഫ് മുന്നോട്ട് എന്തായാലും പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ റിജക്ട് ചെയ്ത് ഡിവോഴ്സ് ചെയ്യും, വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് നോക്കുന്നത്. ഡൈവേഴ്സ് ചെയ്യുള്ളൂ. പറഞ്ഞ് മാറ്റാന്നല്ലോ. താങ്കളോട് താല്പര്യം ഉണ്ടാവും, വേറെ പെൺകുട്ടീനോട് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, എന്തായാലും എനിക്ക് പറ്റൂല. നമുക്ക് ഇതാണ് ഇഷ്ടം. ഒരു ബൈസെക്ഷൽ ആയിട്ട് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ തയ്യാറാവും? ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിയുമ്പോ അറിയില്ലേ, LGBTQ+B അറിയാം. അതായത് രണ്ടുപേരോട് താല്പര്യമുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ? അല്ല, താല്പര്യമല്ല. എന്താണ് അതിന്റെ റീസൺ? എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികളും പാടില്ലല്ലോ അങ്ങനെ. ആ പെൺകുട്ടിക്ക് ഇപ്പൊ വേറൊരു ഗേളായിട്ടൊരു റിലേഷൻഷിപ്പിനും താല്പര്യം ഉണ്ടാവും, ബ്രോ ആയിട്ടും താല്പര്യം ഉണ്ടാവും. അതാണ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യം ഉണ്ടോ? താല്പര്യമില്ല. എന്താണ് അതിന് ഇഷ്ടമില്ലാത്തോണ്ടാണോ? അങ്ങനെ ഇഷ്ടമില്ലാത്തോണ്ടല്ല, ശരിയാവില്ല. ഒരു 1BS ഇതാണ് താല്പര്യം. ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല.